ഹലോ ഓൾ, വെൽക്കം ടു ഹാർട്ട് ആൻഡ് ഹോം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ മട്ടൻ കറിയാണ് കേട്ടോ. മറ്റേ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന തനി നാടൻ മട്ടൻ കറി. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഈ മട്ടൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു 1 kg മട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഈ മസാലയൊക്കെ പുരട്ടി വെക്കുന്നത് ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാല എങ്ങനെ പുരട്ടുന്നതെന്ന് വെച്ചാൽ ഈ 1 kg മട്ടന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ ഹാഫ്, ഇത്രയും ചേർത്ത് ഈ മട്ടൻ നല്ലോണം പെരട്ടി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്ന മട്ടനാണിത് കേട്ടോ. ഇനി ഈ മട്ടൻ നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. പ്രഷർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്കൊരു 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുക്ക് ചെയ്യുമ്പോൾ തന്നെ മട്ടനകത്തുനിന്ന് കുറേ വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് നമ്മളിതൊരു 5 വിസിൽ വരെയാണ് ഞാൻ വേവിച്ചത്. എൻ്റെ ടെൻഡർ മട്ടനായിരുന്നു, അതുകൊണ്ട് എനിക്ക് 5 വിസിൽ മതി. ഇനി നിങ്ങൾ 5 വിസിൽ കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി 1-2 വിസിലും കൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ മട്ടൻ കറിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാമോ? ഇതിനകത്ത് നമ്മൾ കൂടുതൽ കുഞ്ഞുള്ളിയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് സവാളയും യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലും കൂടുതൽ കുഞ്ഞുള്ളി തന്നെയാണ്. ഞാനൊരു 3 പിടി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഇനി കൊത്തി അരിയുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ ഇഞ്ചി, കൊത്തി അരിയുമ്പോൾ 5 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ ഗാർലിക്, പിന്നെ കുറച്ച് അധികം കറിവേപ്പില ഇടാം കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയ ബൗൾ നിറച്ച കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില കറിയിൽ കുറച്ചധികം കിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കറിക്ക്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഓണിയൻ അല്ലെങ്കിൽ സവാള. ഇതൊരു അരിയുമ്പോൾ 2 കപ്പ് വരുന്ന രീതിയിൽ സവാള എടുക്കണം. എൻ്റെ കയ്യിൽ ചെറിയ സവാള ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് തേങ്ങാക്കൊത്താണ്. ഞാനൊരു 1 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറിക്കകത്തുനിന്ന് അതെടുത്ത് ഇങ്ങനെ കടിച്ച് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കാവുന്നതേ ഉള്ളൂ. ഈ തേങ്ങാക്കൊത്ത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും കുറച്ചധികം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഓണിയനും കുഞ്ഞുള്ളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതാ ജിഞ്ചർ ആൻഡ് ഗാർലിക്, ഇത് രണ്ടും കൂടെ ഒരു ബ്ലെൻഡറിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഇതാ ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് നമ്മളൊരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച കറി ലീവ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കറി ലീവ്സ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. ഈ തേങ്ങാക്കൊത്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുവരെ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പം തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആദ്യം കുഞ്ഞുള്ളി ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ്സ് ഒന്ന് വഴറ്റണം. അതിനുശേഷം നമുക്ക് വലിയ ഉള്ളി, അതായത് സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം കേട്ടോ. ഇതൊരു 2-3 മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ആൻഡ് ഗാർലിക് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് പാനിലേക്ക് ആഡ് ചെയ്ത് ഒന്നും കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. മട്ടൻ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൂടാനുള്ള ടിപ്പ് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ഈ പാനിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലോണം വഴറ്റിയെടുക്കണം. ഇത് കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ ഒരു 30-40 മിനിറ്റ്സ് ഒക്കെ വഴണ്ട് വരാൻ സമയമെടുക്കും. പക്ഷെ അത്രയും സമയം നമ്മൾ ക്ഷമയോടുകൂടി നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ കറി സൂപ്പറായിട്ട് വരും. അപ്പോൾ അത് അവിടെ ഇരുന്ന് വഴലട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം. മട്ടൻ കറിക്കകത്ത് ഇത് കേരള സ്റ്റൈൽ മട്ടൻ കറിയാണല്ലോ, അപ്പം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു 1 കപ്പ് തേങ്ങ എടുക്കുക. 1 കപ്പ് തേങ്ങ എടുത്ത് ബ്ലെൻഡറിലേക്ക് ഇടുക, മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് ഒരു ലൈറ്റായിട്ടുള്ള വാം വാട്ടർ, അതായത് തിളച്ചൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വാമായിട്ടുള്ള ചൂടുവെള്ളം, വാമായിട്ടുള്ള ചൂടുവെള്ളം, ഓക്കെ, വാമായിട്ടുള്ള വെള്ളം ഒരു 1 കപ്പ് എടുത്തിട്ട് ഈ ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ അരിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 3 ടൈംസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 3 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3 പ്രാവശ്യം എടുത്തിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചാലും മതി. ഇതിനിടയ്ക്ക് പാനിലെ സാധനങ്ങൾ ഇളക്കാൻ മറക്കരുത്. അത് ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള മസാല എല്ലാം കൂടി ഒന്ന് ഒന്നിച്ചെടുത്ത് വെക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൊടിയുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ പൗഡർ. ഇനി നമുക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല.
ഇത്രയും സാധനങ്ങളാണ്, ഇത്രയും മസാലപ്പൊടികളാണ് നമുക്ക് ഈ മട്ടൻ കറിക്കകത്ത് ചേർക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഉള്ളി നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഉള്ളിക്കകത്തേക്ക് ഈ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാലപ്പൊടികളെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വഴറ്റിയെടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കണം. മസാല ഈ ഉള്ളിയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ സെപ്പറേറ്റ് എടുക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നേരിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇപ്പം നമ്മുടെ മട്ടൺ കുക്കറിനകത്ത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ വെന്ത മട്ടൺ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇല്ലേ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല മട്ടനുമായിട്ട് നല്ലോണം മിക്സ് ആവണം. മസാല മട്ടൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. നല്ലോണം പെരളത്തക്ക രീതിയിൽ, ആ മട്ടനിൽ നല്ലോണം പെരളത്തക്ക രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 5 മിനിറ്റ്സ് അവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഈ കറി ഒന്ന് തിളച്ച ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാലെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കിയെടുക്കണം. ഒരു 30 മിനിറ്റ്സ് ഇത് ഇങ്ങനെ ഇരുന്ന് തിളക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനുശേഷം എന്താ കണ്ടോ, 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. എൻ്റെ കിച്ചൺ മൊത്തം ഈ മട്ടൻ കറിയുടെ മണം എത്തിയിട്ടുണ്ട്. അത്ര നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആവുന്ന ഒരു കറിയാണിത്. അപ്പോൾ എനിക്കിനി ഇത് റെസിസ്റ്റ് ചെയ്യാൻ വയ്യ. ഞാനിപ്പോൾ കുറച്ച് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഇത് എങ്ങനെ വന്നു എന്ന് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. ഈ റെസിപ്പി യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.